മാതൃകാപരമായ ഒരുപാട് പരിപാടികൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി 1,00,000-ഓളം പേർക്ക് CPR പരിശീലനം നൽകും. ഇനിയും മുന്നോട്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയായിരിക്കും. ഡിവൈഎഫ്ഐയുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമരസംഘടനാ പ്രവർത്തനങ്ങൾക്കപ്പുറം ചെയ്ത നിരവധി പ്രവർത്തനങ്ങളിലൊന്നാണ് രക്തദാനം, ഹൃദയപൂർവ്വം, യൂത്ത് ബ്രിഗേഡിൻ്റെ മറ്റ് സന്നദ്ധ പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, രക്ഷാപ്രവർത്തനങ്ങൾ ഉൾപ്പെടെ. അപ്പോൾ ആ പ്രവർത്തനങ്ങൾ ഇനിയും ശക്തമായി തുടർന്നു പോകാനുള്ള തീരുമാനമാണ് സമ്മേളനം എടുത്തിട്ടുള്ളത്. തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മുടെ യൂത്ത് ബ്രിഗേഡിൻ്റെ പ്രവർത്തനം തന്നെ പല ജില്ലകളിലും വളരെ സജീവമായി തന്നെ ഉണ്ട്. എന്നാലും എല്ലാ മേഖലാ കമ്മിറ്റികളിലും താഴെ തലത്തിൽ യൂത്ത് ബ്രിഗേഡിൻ്റെ സ്ഥിരം വളണ്ടിയർമാരെ നമ്മൾ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ പുതിയ കമ്മിറ്റികളൊക്കെ വന്നതിന് ശേഷം വീണ്ടും നമ്മൾ കൂടുതൽ കരുത്തോടു കൂടി അത് കൊണ്ടുപോകാൻ ആവശ്യമായ തീരുമാനങ്ങളാണ് എടുക്കുന്നത്. പരിശീലന പരിപാടികൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ CPR കൊടുക്കുന്നതിൻ്റെ പരിശീലനം ഉൾപ്പെടെ, രക്ഷാപ്രവർത്തനത്തിന് വേണ്ട പരിശീലനം ഉൾപ്പെടെ യൂത്ത് ബ്രിഗേഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളെക്കാൾ കൂടുതൽ എന്തൊക്കെ വൈവിധ്യപൂർണ്ണമായി നടത്താൻ കഴിയുമെന്നുള്ളത് ആലോചിച്ച് എല്ലാ തലങ്ങളിലും നമ്മൾ എത്തിക്കാൻ ആവശ്യമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ച് തന്നെയാകും മുന്നോട്ട് പോകും. എല്ലാ വിഭാഗം യുവജന സംഘടനയാണെങ്കിലും എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് DYFI എല്ലാ കാലത്തും ഏറ്റെടുക്കാറുള്ളത്. പൊതുജനങ്ങളുടെ നമ്മുടെ ബഹുജനങ്ങളുടെ ആകെ എന്താണ് പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നടത്താനാവശ്യമായ ഇടപെടലുകൾ DYFI സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്, നടത്തും. തീർച്ചയായും സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് കൃത്യമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാനാണ് DYFIയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം. ക്യാമറമാൻ ജയപ്രകാശിനോടൊപ്പം അമൽനാഥ്, കൈരളി ന്യൂസ്.